രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 രാധാരമണ മുകുന്ദ മുരാരേ ശരണമേ തവ ശരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ശരണയുഗം കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ശരണയുഗം ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി ശരണം മേ തവ ശരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം ശരണം മേ തവ ശരണയുഗം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓം നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി വാതാലയേശമനിശം പ്രതിഭാവയാമി ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഉദാഹരണമായിട്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വായിക്കാം. അങ്ങനെയുള്ളപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 ദിവസമായിട്ട് ഇവിടെ സമ്പൂർണ്ണ പാരായണം പ്രഭാഷണങ്ങൾ നടത്തുകയാണ്. ഭാഗവതമാവുമ്പോൾ 7 ദിവസം ഇരുന്ന് കേൾക്കേണ്ട ആ വിഷമമില്ല നമുക്ക് 3 ദിവസം കൊണ്ട്. എന്നാൽ ഭാഗവതത്തിലെ കാര്യങ്ങളെല്ലാം നമുക്കതിൽ വരികയും ചെയ്യും. ഇതാണ് നാരായണീയത്തിൻ്റെ പ്രാധാന്യം. അതിന് ഒരു മാഹാത്മ്യമുണ്ട്. അത് അറിയാത്ത പലരും ഉണ്ടാവും. ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ തലേ ദിവസം പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലെ ഒരു 6 അധ്യായം അതിനെ അനുസരിച്ച് ആരംഭമാണെന്ന്. മഹാത്മാക്കളുടെ വാക്ക് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു ശാന്തി കിട്ടുക. അതാണ് മഹാത്മാക്കളുടെ വാക്കുകളാണ്, ഭഗവാന്റെ തന്നെ വാക്കുകളാണ്. പുരാണങ്ങളായാലും വിശേഷമായിട്ട് മറ്റേത് ഗ്രന്ഥമായാലും മഹാത്മാക്കളുടെ വാക്കാണ്. അതാണ്ട് സജ്ജനങ്ങൾ നിർമ്മിച്ച ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ അവരുടെ വാക്ക് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം. എന്തെല്ലാം വിഷമം വന്നിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിലും വേണ്ടില്ല, മഹാത്മാക്കളിലേക്ക് ചെന്നാൽ അവരൊരു വാക്ക് ഉച്ചരിച്ചാൽ മതി, നമ്മുടെ എല്ലാ വിഷമവും തീരും. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ വാക്കുകൾ. അതുകൊണ്ടാണ് ഈ ഭാഗവതമാണെങ്കിലും നാരായണീയം ദേവീ ഭാഗവതം ഏതാണെങ്കിലും കേൾക്കുന്ന മാത്രയിൽ നമുക്ക് സന്തോഷം കിട്ടുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള മഹാത്മാക്കളെ നേരിട്ട് നമുക്ക് ചെന്ന് കാണാൻ, ഋഷിമാരെ ഒന്നും കാണാൻ ഇപ്പം നമുക്ക് സൗകര്യമില്ല. അപ്പം അവരുടെ അവതാര കൃത്യം കഴിഞ്ഞ് അവർ പോയപ്പോൾ നമുക്ക് തന്നു പോയേക്കണതാണ് അവരുടെ വാക്കുകൾ, പുരാണങ്ങൾ, ഇതെല്ലാം തന്നെ